ശശി തരൂരിനെ തള്ളി മുസ്ലിം ലീഗും. കേരളത്തിൽ വ്യവസായ വളർച്ചയ്ക്ക് അടിത്തറയിട്ടത് UDF സർക്കാരുകളാണെന്നും ഇടതുപക്ഷത്തിന്റെ വികസന വിരുദ്ധ സമീപനമാണ് വ്യവസായ വളർച്ചയ്ക്ക് തടസ്സമായിരുന്നതെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ബോധ്യപ്പെട്ടാൽ തിരുത്തുമെന്ന് തരൂരും പ്രതികരിച്ചു. കോൺഗ്രസിലെ അഭിപ്രായ ഭിന്നതയിലെ അതൃപ്തിയും PK കുഞ്ഞാലിക്കുട്ടി പ്രകടിപ്പിച്ചു. ഇടതുപക്ഷമല്ല UDF ആണ് കേരളത്തിലെ വ്യവസായ വളർച്ചയുടെ അവകാശികളെന്ന് പറയുന്നതിലൂടെ തരൂരിനെ പൂർണ്ണമായി തള്ളുകയാണ് PK കുഞ്ഞാലിക്കുട്ടി. എക്സിക്യൂട്ടീവായ UDF ഗവൺമെൻറ്റുകളാണ് പിന്നെ കേരളത്തെ പതുക്കെ ആണെങ്കിലും പിച്ച വെച്ച് മുന്നോട്ട് കൊണ്ടുപോയത്. തടസ്സം ഉണ്ടാക്കാൻ നോക്കിയതും നെഗറ്റീവ് സ്റ്റാൻഡ് എടുത്തതും പ്രതിപക്ഷമാണ്, അന്നത്തെ പ്രതിപക്ഷമാണ്. അതിന് മറികടന്ന് അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് എഞ്ചിനീയറിംഗ് കോളേജുകളും പ്രൊഫഷണൽ കോളേജുകളും പ്രൈവറ്റൈസ് ചെയ്ത് ഞങ്ങൾ കൊണ്ടുവന്നത്. അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പും ഉണ്ടാവില്ല, IT ഉണ്ടാവില്ല, വ്യവസായം ഉണ്ടാവില്ല, ഇപ്പം പറയുന്ന ഒരു നേട്ടവും ഉണ്ടാവില്ല. വ്യവസായ സൗഹൃദമായി മാറിയത് ഇടതുപക്ഷത്തിന്റെ തിരുത്താണെന്നും കുഞ്ഞാലിക്കുട്ടി പറയുന്നുണ്ട്. പശ്ചാത്താപം തോന്നുന്നത് നല്ലതാണ്, തിരുത്തുന്നത് നല്ലതാണ്. ആ തിരുത്തൽ സ്ഥായി ആയിരിക്കണം എന്നേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. കോൺഗ്രസ് നേതാക്കൾ വിമർശനങ്ങളെ പൂർണ്ണമായി തള്ളിയ തരൂർ പക്ഷേ ലീഗ് നേതൃത്വത്തോട് മയത്തിലാണ് മറുപടി പറഞ്ഞത്. ശരി, അപ്പോൾ ആ ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കറക്ഷൻ എടുക്കാൻ തയ്യാറാണ്. എല്ലാ മാസവും ഞാനൊരു ആർട്ടിക്കിൾ എഴുതും ഈ പത്രത്തിൽ. ഈ മാസം എഴുതിയതിൽ വലിയ തെറ്റുണ്ടെങ്കിൽ അടുത്ത മാസം എനിക്ക് കറക്റ്റ് ചെയ്യാം, അത് പ്രശ്നമില്ല. പക്ഷെ തെറ്റ് എനിക്ക് അറിയണം. തരൂർ വിഷയത്തിൽ ഉൾപ്പെടെ കോൺഗ്രസ് നേതൃത്വത്തിലുണ്ടാകുന്ന അഭിപ്രായ ഭിന്നത നല്ലതല്ലെന്ന മുന്നറിയിപ്പും കുഞ്ഞാലിക്കുട്ടി നൽകി. സിറ്റുവേഷൻ മുഴുവൻ ഞങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട്. പറയേണ്ട സമയത്ത് പറയാനും തീരുമാനം എടുക്കേണ്ടത് അതിൻ്റെ തക്ക സമയത്ത് എടുക്കാനും കരുത്തുള്ള പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ലീഗിൻ്റെ യൂത്ത് ലീഗിൻ്റെ നമ്മുടെ കുറവുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പും ഇന്നേ വരെ കേരളത്തിൽ തോറ്റ ചരിത്രം ഇല്ല. നമ്മളെ പണിയെടുക്കാറുണ്ട്. മുന്നണിയും കൂടി ഒരുങ്ങിയാൽ മതി, അതാവശ്യമാണ്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ചർച്ച ഉൾപ്പെടെ നിരന്തരമായി കോൺഗ്രസിലുണ്ടാകുന്ന വിവാദങ്ങളിലെ അതൃപ്തി പ്രകടിപ്പിക്കുക കൂടിയാണ് മുസ്ലിം ലീഗ് ചെയ്യുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1 കോഴിക്കോട്.